അടുത്ത സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? हाल में एक व्यक्ति ने मुझसे पूछा कि हमको कैसे पता चलेगा कि हम परमेश्वर के बच्चे हैं कि नहीं। ആരെങ്കിലും ഇത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മകനോ മകളോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? क्या हम में से किसी ने सोचा है कि हमको कैसे पता चलेगा कि मैं परमेश्वर का बेटा हूँ या बेटी हूँ? അതൊരു നല്ല ചോദ്യമായിരുന്നു. ये एक अच्छा सवाल था। നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം വായിക്കാം. यूहन्ना 3 के 16 और 17 को पढ़ा। നമ്മുടെ പുത്രത്വം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്. हमारा पुत्रत्व ये हमारा आज का विषय है। ആ പുത്രത്വത്തിനെ കുറിച്ച് നമുക്ക് ഉറച്ച ധാരണയുണ്ടായിരിക്കണം. इस पुत्रत्व के बारे में एक बहुत दृढ़ निर्णय हमारे अंदर होना चाहिए। പുത്രത്വത്തെ കുറിച്ച് ധാരണയില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. पुत्रत्व के बारे में जब समझ नहीं होता तब हमारे विश्वास जीवन में बहुत सारी समस्याएं आती है। ദൈവത്തിൽ നിന്നകന്നുപോയ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. हम परमेश्वर से जो दूर थे उनको हमको वापस उसके पास लाने के लिए परमेश्वर ने जो निर्णय बनाया उसके बारे में हमने आज अभी यहाँ पढ़ा। ദൈവം നമ്മെ സ്നേഹിച്ചു. परमेश्वर ने हमसे प्रेम किया। ദൈവം സ്നേഹിച്ചതുപോലെ മറ്റാർക്കും നമ്മളെ സ്നേഹിക്കുവാൻ കഴിയുന്നതുമല്ല. जिस प्रकार परमेश्वर ने प्रेम किया ऐसा और कोई भी प्रेम नहीं कर सकता। അവസാനിക്കാത്ത സ്നേഹമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ്. अगर ऐसा कोई प्रेम है जो कभी खत्म नहीं होता वो केवल परमेश्वर का प्रेम है। മനുഷ്യരുടെ എല്ലാ സ്നേഹങ്ങളും തീർന്നു പോകും. पर मनुष्य के सारे प्रेम कभी ना कभी खत्म हो जाते हैं। ആ സ്നേഹത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കുകയില്ല. क्योंकि उस प्रेम की सीमाएं हैं, उससे ज्यादा वो नहीं कर सकते। അനന്തമായ ദൈവത്തിന്റെ സ്നേഹം അവിടുന്ന് നമ്മുടെ മേൽ പ്രദർശിപ്പിച്ചു. लेकिन परमेश्वर ने अपना अनंत प्रेम हमारे ऊपर दिखाया है। ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത്. उसी प्रेम का प्रकटीकरण ये है कि यीशु मसीह मनुष्य होकर दुनिया में आया। പുത്രനായ ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് പുത്രത്വം തന്നിരിക്കുന്നത്. पुत्र मसीह जो है उसके द्वारा हमें पुत्रत्व दिया गया है। നിത്യമായ രക്ഷ പുത്രനിൽ കൂടെയാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. और अनंत उद्धार हमें पुत्र के द्वारा ही वायदे में दिया गया है। പാപമോചനവും നിത്യജീവനും നമുക്ക് തന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. पाप से छुटकारा और अनंत जीवन ये यीशु मसीह के द्वारा ही हमें दिया गया है। മനുഷ്യന്റെ യാതൊരു കാര്യങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നേടുവാൻ കഴിയുന്നതല്ല. ये जो बातें हैं ये मनुष्य के द्वारा हम नहीं प्राप्त कर सकते। നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്ന് അറിഞ്ഞത് ഈ പുത്രനിൽ കൂടെയാണ്. इस पुत्र के द्वारा ही हमने जाना कि हमसे प्रेम करने वाला एक पिता है। ഈ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ മകൻ മകൾ ആയിത്തീരുന്നത്. यीशु मसीह के द्वारा ही हम परमेश्वर के बेटे या बेटी बनते हैं। ദൈവത്തിൽ നിന്ന് മനുഷ്യർ അകന്നുപോയി. परमेश्वर से मनुष्य दूर हो गए। അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ വന്നു. तो परमेश्वर और मनुष्य के बीच में यीशु मसीह मध्यस्थ बनकर आया। നമുക്ക് നേരിട്ടൊരു കാര്യം ഒരാളോട് പറയുവാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മളൊരു ഇടനിലക്കാരനെ അന്വേഷിക്കുന്നത്. हम सीधे सीधे किसी व्यक्ति से एक बात जब नहीं बोल पाते तो हम एक मध्यस्थ को ढूंढते हैं। പാപിയായ മനുഷ്യന് ദൈവത്തോട് നേരിട്ട് ഒരു കാര്യവും പറയാൻ കഴിയത്തില്ല.
पापी मनुष्य परमेश्वर से सीधे सीधे कुछ भी नहीं कह सकता। അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥൻ, അത് കർത്താവായ യേശു ക്രിസ്തു. इसीलिए परमेश्वर और मनुष्य के बीच में एक मध्यस्थ है, वो यीशु मसीह है। അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും എന്നാണ്. इसीलिए यीशु ने कहा कि जो कुछ मेरे नाम में तुम मांगते हो, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. हम जब प्रार्थना करते हैं तो यूं करते हैं कि हे पिता यीशु मसीह के नाम से तू सुन ले। അതിനൊരു കാരണം, इसका कारण एक है, ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. किसी ने भी कभी परमेश्वर को देखा नहीं है। പിന്നെ എങ്ങനെയാണ് ഈ പിതാവ് ദൈവത്തെ കണ്ടത്? फिर इस पिता परमेश्वर को कैसे मिले? തന്റെ മടിയിലിരിക്കുന്ന പുത്രനാണ് പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. उसके गोद में जो उसका बेटा बैठा है उसी ने पहचान कराया है। ഈ ഇടനിലയെ കുറിച്ച് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം. इस मध्यस्थी के बारे में पौलुस कहता है, जब वो तिमोथियुस को पत्र लिखता है, തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യം നമുക്ക് വായിക്കാം. पहला तिमोथियुस 2 अध्याय 5 और 6। അവിടെ എഴുതിയിരിക്കുന്നത് സൂക്ഷ്മത്തോടെ നമ്മൾ ഒന്ന് വായിച്ചു നോക്കണം. यहाँ लिखे गए बात को जरा ध्यान से पढ़े। ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആര്? അടുത്തത്, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. क्योंकि परमेश्वर एक ही है और परमेश्वर मनुष्यों के बीच में बिछवाई भी एक ही है, वो यीशु मसीह है जिसने हम सब के छुटकारे के लिए अपने आप को दाम में दे दिया। 6-ാമത്തെ വാക്യം. എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. जिसने अपने आप को सबके छुटकारे के लिए दाम में दे दिया, वही मनुष्य यीशु मसीह। അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ രക്ഷാകരമായ പദ്ധതി നിർവഹിച്ചത് മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നു. तो परमेश्वर और मनुष्यों के बीच में उद्धार के उस काम को पूरा करने के लिए यीशु मसीह मनुष्य बना, ऐसे लिखा है। യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമ്മൾ പിതാവായ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത്. यीशु मसीह के द्वारा ही हमने पिता परमेश्वर को जाना है। യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. यीशु मसीह ने कहा, जिसने मुझे देखा है उसने पिता को भी देखा है। ഞാനും പിതാവും ഒന്നാകുന്നു. मैं और पिता एक ही है। എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുകയില്ല. मेरे सिवा कोई भी पिता के पास नहीं आ सकता। അപ്പോൾ നോക്കുക, നമ്മൾ പിതാവായ ദൈവത്തെ അറിഞ്ഞതും പുത്രത്വം പ്രാപിച്ചതും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥത ചെയ്ത യേശു ക്രിസ്തുവിൽ കൂടെ. तो हमने पिता परमेश्वर को जाना और पुत्र इसलिए बने ताकि क्योंकि यीशु मसीह मनुष्य बना। എബ്രായ ലേഖനം 9-15 വാക്യം നമുക്ക് വായിക്കാം. इब्रानियों को पत्री 9:15। നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്, ताकि बुलाए हुए लोग प्रतिज्ञा के अनुसार अनंत मिरास को प्राप्त करें। അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. वो नए नियम का मध्यस्थ है। പഴയ നിയമത്തിലെ മധ്യസ്ഥൻ മനുഷ്യനായ മഹാപുരോഹിതനായിരുന്നു. पुराने नियम में जो मध्यस्थ था वो मनुष्य महायाजक था। പുതിയ നിയമത്തിലെ മധ്യസ്ഥൻ മനുഷ്യനായി വന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. नए नियम का जो मध्यस्थ है वो परमेश्वर है, जो मनुष्य बन के आया, यीशु मसीह। എബ്രായർ 12:24 നമുക്ക് വായിച്ചു നോക്കാം. इब्रानियों के 12:24 को भी पढ़े। പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു പിന്നെ പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. और नई वाचा के मध्यस्थ यीशु और छिड़काव के उस लहू के पास हम आए हैं, जो हाबिल के लहू से भी उत्तम बातें कहता है। ആ രണ്ട് രക്തത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ये दो लहुओं में एक फर्क है। ഹാബേലിന്റെ രക്തം പ്രതികാരം നടത്തുവാൻ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. और हाबिल का जो लहू है बदला लेने के लिए
धरती से पुकारता है, എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം പ്രതികാരം ഏറ്റുവാങ്ങുന്ന മനുഷ്യനെ ശുദ്ധീകരിക്കുവാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. लेकिन यीशु मसीह का लहू ऐसा है जो दंड पाने वाले मनुष्य को छुड़ाने के लिए अपने पास बुलाता रहता है. അല്ലെങ്കിൽ പാപിയായി തീർന്ന മനുഷ്യന്റെ ശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി യേശു ക്രിസ്തുവിന്റെ രക്തം വിളിച്ചുകൊണ്ടിരിക്കുന്നു. और पापी मनुष्य के उद्धार और छुटकारे के लिए यीशु मसीह का लहू बुलाता रहता है. രണ്ട് വാക്കിൽ പറഞ്ഞാൽ, ഒന്ന് ന്യായവിധിയുടെ രക്തം, രണ്ട് കൃപയുടെ രക്തം. एक न्याय का लहू है और दूसरा अनुग्रह का लहू है. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോഴെല്ലാം സാരാംശം ഇതാണ്: इन सारे भागों का सारांश यही है, ദൈവത്തോട് അടുക്കുവാൻ യേശു ക്രിസ്തു എന്ന ഏക വഴി മാത്രമാണ് മനുഷ്യന്റെ മുൻപിലുള്ളത്. परमेश्वर के पास पहुंचने के लिए मनुष्य के सामने एक ही मार्ग है, वो यीशु मसीह है. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി തീർന്ന ഏക വഴി യേശു ക്രിസ്തു മാത്രം. परमेश्वर और मनुष्यों के बीच में मध्यस्थ बना वो एक ही मार्ग है, वो यीशु मसीह है. അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ വലിയ ഒരു വഴി തുറന്നു വെച്ചു. हमारे लिए कालवरी के क्रूस पर उसने बहुत बड़ा मार्ग खोला है. നമ്മൾ ഇങ്ങനെ പറയുന്നു, തന്റെ ദേഹമെന്ന തിരശീല കീറിയിട്ട് കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ വഴി തുറന്നു വെച്ചിരിക്കുന്നു. उसके शरीर रूपी पर्दे को फाड़ कर कृपा के सिंहासन पर जाने के लिए मार्ग को खोला है. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് നമ്മൾ और വായിക്കുന്നുണ്ട്. अलगदाई की उस दीवार को उसने तोड़ दिया है. ഇനി നമ്മള് പുത്രൻ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ ഉറപ്പിക്കാം? अब हम पुत्र है कि नहीं, इसका निश्चय हमें कैसे मिलेगा? പലർക്കും അതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. बहुत लोग इसके बारे में कोई भी निश्चय नहीं रखते हैं. വിശ്വാസി വിശ്വാസി എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. विश्वासी विश्वासी इस प्रकार कहते हैं. വിശ്വാസി എന്ന ലെവലല്ല, ദൈവത്തിന്റെ മകൻ മകൾ എന്ന ലെവലിലാണ് നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത്. विश्वासी रूपी नहीं, लेकिन परमेश्वर हमें अपने बेटे या बेटी के रूप में देखते हैं. പിതാവിന്റെ അടുക്കലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുവാൻ നമുക്കൊരു മൂത്ത സഹോദരനുണ്ട്. पिता के पास हाथ पकड़कर ले जाने के लिए हमारे पास एक बड़े भाई है. ആ മൂത്ത സഹോദരന്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. उसी बड़े भाई का नाम है यीशु मसीह. നമ്മൾ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണെങ്കിൽ പിതാവിന്റെ മക്കളുമാണ്. हम अगर यीशु मसीह के भाई बहन हैं तो हम पिता के बच्चे भी हैं. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. रोमियो की पत्री 8वें अध्याय के 29 में, മതി. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്, क्योंकि जिन्हें उसने पहले से जान लिया है उन्हें पहले से ठहराया भी है कि उसके पुत्र के स्वरूप में हो, ताकि वो बहुत भाइयों में पहलौठा ठहरे. ദൈവത്തിന് ഒരു പുത്രനേ ഉള്ളൂ എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. वचन हमें सिखाता है कि परमेश्वर का एक ही पुत्र है, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. वो यीशु मसीह है. എന്നാൽ ആ പുത്രന്റെ സഹോദരന്മാരായി വലിയ ഒരു കൂട്ടം ജനമെന്ന് പറയുകയാ. लेकिन उस पुत्र के भाई बहन होकर एक बड़े झुंड को देखते हैं. അവൻ മുന്നറിഞ്ഞവരെ जिन्हें उसने पहले से തന്റെ जाना, പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. उसके पुत्र के स्वरूप में बनाया ताकि वो बहुत भाइयों में पहलौठा ठहरे. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. पौलुस यहाँ यीशु मसीह के बारे में इस प्रकार लिखता है जैसे वो हमारे बड़े भाई हो. നമ്മള് ദൈവത്തിന്റെ മക്കളാണോ എന്നറിയാൻ ഒരൊറ്റ വഴി ഞാൻ പറയാം. हम परमेश्वर के बच्चे हैं कि नहीं, ये जानने के लिए एक ही रास्ता मैं बताता हूँ. ഈ ജ്യേഷ്ഠ സഹോദരന്റെ ഒപ്പം നിന്നിട്ടൊന്ന് നോക്കിയാൽ മതി, സഹോദരൻ മകനാണോ എന്നറിയാം പിതാവിന്റെ. इस बड़े भाई के साथ खड़े रहकर एक बार देखिए, पता चलेगा कि हम उसके बच्चे हैं कि नहीं. എങ്ങനെയാണ് സഹോദരങ്ങളെ തമ്മിൽ തിരിച്ചറിയുന്നത്? ये भाई है करके कैसे पता चलेगा? അവരുടെ മുഖത്തിന്റെ ഷേപ്പ് കൊണ്ട് അല്ലെങ്കിൽ സംസാരം കൊണ്ട് പല വിധത്തിൽ സഹോദരങ്ങളെന്ന് തിരിച്ചറിയുന്നു.
तो लोगों के मुंह को देखते हैं या उनका करने का तरीका देखते हैं तो हम पता करते हैं कि ये भाई बहन होंगे। അപ്പോൾ ആദ്യജാതൻ യേശു ക്രിസ്തു, तो पहलौठा यीशु मसीह है। പിന്നെ അവനിൽ വിശ്വസിച്ച് വരുന്നവരെല്ലാം അതിന്റെ താഴേക്ക് സഹോദരങ്ങളായിട്ട് നിൽക്കുന്നു. फिर उसके बाद जिन्होंने भी विश्वास किया वो सब भाई होकर खड़े हैं। അപ്പോൾ നമ്മൾ ദൈവമക്കളാണോ എന്ന് അറിയുവാൻ യേശുവിന്റെ കൂടെ നിന്നിട്ടൊന്ന് നോക്കിയാൽ മതി. तो अगर हम परमेश्वर के बच्चे हैं कि नहीं ये जानने के लिए यीशु के साथ खड़े रह के देखना है। യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യോന रचित सुसमाचार पहले अध्याय का 12 वचन। അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. जितनों ने उसे ग्रहण किया उसने उन्हें परमेश्वर की संतान होने का अधिकार दिया। അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായി തീരുന്നത്? कैसे हम परमेश्वर के बच्चे बनते हैं? യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ, यीशु मसीह को जो ग्रहण करते हैं അവർക്ക് ദൈവത്തിന്റെ മക്കൾ ആകുവാൻ അധികാരം പിതാവ് കൊടുത്തിരിക്കുന്നു. उनको परमेश्वर ने अधिकार दिया है कि वो संतान बने। അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി അങ്ങനെ അങ്ങ് പോവുകയാണ്. तो यीशु मसीह पर विश्वास करके जो पाप से छुटकारा पाते हैं वो यीशु मसीह के भाई होकर आगे बढ़ते हैं। ദൈവത്തിന്റെ ഏകജാതനായ യേശു ക്രിസ്തു, परमेश्वर का एकलौता पुत्र यीशु, ആ ഏകജാതനായ പുത്രന്റെ സഹോദരന്മാരായി നമ്മൾ എല്ലാവരും തീരുന്നു. उस इकलौते पुत्र के भाई होकर हम सब बन गए हैं। അപ്പൊ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായി തീർന്ന ബന്ധത്തിൽ നമ്മൾ പിതാവായ ദൈവത്തിന്റെ മക്കളായി തീരുന്നു. तो जिस रिश्ते से हम यीशु मसीह के भाई बने हैं उसी रिश्ते से हम परमेश्वर के बच्चे बन गए हैं। രക്ഷിക്കപ്പെട്ടവരുടെ കുടുംബത്തിൽ ആദ്യനും ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതും എല്ലാം ഈ ആദ്യജാതനായ യേശു ക്രിസ്തുവാണ്. उद्धार पाए हुए के झुंड में सबसे बड़ा पहलौठा और सबसे महान यीशु मसीह ही है। യേശു ക്രിസ്തുവിൽ കൂടെ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് നമ്മൾ ഉറപ്പിച്ചോണം. അതിന് സംശയത്തിന്റെ यीशु ആവശ്യമില്ല. मसीह के द्वारा अगर हमने उद्धार पाया है तो दृढ़ रहे कि हम परमेश्वर के ही बच्चे हैं। എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. इब्रानियों 2 के 11 में पढ़े, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർ അവർക്കെല്ലാവർക്കും പിതാവ് ഒരുവനല്ലോ. जो पवित्र करता है और जो पवित्र किए गए हैं सबका पिता एक ही है। ഇത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. इसी कारण वो उन्हें भाई कहने से नहीं लजाता। ഇവിടെ കണ്ടോ, വിശുദ്ധീകരിക്കുന്നവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. तो पवित्र करने वाला कौन है? प्रभु यीशु मसीह है। വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. और जो पवित्र किए जाते हैं इन सब का पिता एक ही है। അപ്പോൾ നമ്മുടെ പുത്രത്വത്തിന്റെ ബന്ധം വരുന്നത് എങ്ങനെയെന്ന് കണ്ടോ നമ്മൾ? यहाँ देख सकते हैं कि हमारा पुत्र होने का रिश्ता किस प्रकार बना है। പിതാവായ ദൈവം, परमेश्वर, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, परमेश्वर का पुत्र यीशु मसीह, യേശു ക്രിസ്തുവിൽ കൂടെ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നു. यीशु मसीह के द्वारा हम शुद्ध हो गए हैं। അങ്ങനെ നാം യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായി തീരുന്നു. ऐसे हम यीशु मसीह के भाई बन जाते हैं। സഹോദരന്മാരായി തീർന്നതിലൂടെ പിതാവാം ദൈവം നമ്മുടെയും പിതാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ നമ്മളായി തീർന്നിരിക്കുന്നു. जैसे ही हम भाई बन गए वैसे परमेश्वर हमारा पिता बन गया, हम उसके बच्चे बन गए। ആ വായിച്ചതിന്റെ 12 തൊട്ട് 18 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. इसी 12 से 18 तक भी पढ़े। ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, मैं സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഞാനും, ശ്രദ്ധിച്ചോണം, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുമ്പോൾ പിതാവ് ഒരുവൻ, മക്കൾ എത്രയെന്ന് അവിടെ പറയുന്നില്ല. അടുത്ത വായിച്ചു. അവിടെയും കണ്ടോ പറയുന്ന സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവൻ ആകുന്നു. ഇവിടെ പറയുന്നു, അത് ഹേതുവായി സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നതേയില്ല.
इस कारण वो भाई कहने के लिए लजाता नहीं है। പിന്നെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. इस 17 वचन में लिखा है, इस कारण उसको चाहिए था कि सब बातों में अपने भाइयों के समान बने। യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി തീർന്നെങ്കിൽ നമ്മളെല്ലാവരും അതിന്റെ ഇളയ സഹോദരന്മാരാണ്. अगर यीशु मसीह हमारा बड़ा भाई बन गया है तो हम सब छोटे भाई हैं। യേശു ക്രിസ്തുവിന് നമുക്കും പിതാവ് ഒരുവനെന്ന ദൈവവചനം പറയുന്നു. और यीशु मसीह का और हमारा पिता एक है ऐसे वचन कहता है। പിന്നെ ദൈവത്തിന്റെ മകനോ മകളോ എന്ന് എന്തിന് നമ്മൾ സംശയിക്കണം? फिर हम क्यों शक कर रहे हैं कि हम परमेश्वर के बच्चे हैं कि नहीं? പുത്രത്വം എന്ന ബന്ധത്തിലൂടെയാണ് ദൈവ കാര്യങ്ങളെ നമ്മൾ കൂടുതലായി തിരിച്ചറിയുന്നത്. और पुत्रत्व के उस रिश्ते में ही हम परमेश्वर की बातों को ज्यादा समझ सकते हैं। ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നത്. और उसी रिश्ते के द्वारा परमेश्वर की आत्मा हम में काम करता है। പുത്രത്വം എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. और अगर पुत्र होने के उस रिश्ते में कोई शक रखता है तो परमेश्वर की आत्मा उनके जीवन में काम नहीं कर അതുകൊണ്ട് पाएगा। ആർക്കെങ്കിലും ആ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഇന്ന് പകലുകൊണ്ട് അത് മാറ്റിക്കോണം. इसलिए किसी के जीवन में अगर ऐसा शक है तो आज सुबह के समय उसे हटा എന്റെ दीजिए। ജ്യേഷ്ഠ സഹോദരൻ യേശു ക്രിസ്തു, मेरा बड़ा भाई यीशु मसीह है। യേശുവിന്റെ പിതാവ് പിതാവാം ദൈവം, यीशु का पिता पिता परमेश्वर ആ है। ലൈനിൽ ഞാൻ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പുത്രനായി തീർന്നിരിക്കുന്നു. उसी परिवार में मैं आ गया हूँ, इसलिए मैं भी परमेश्वर का पुत्र हूँ। മത്തായി 28-10 വാക്യം, मत्ती 28:10 में യേശു അവരോട് ഭയപ്പെടേണ്ട, यीशु उनसे कहता है मत डर, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുവിൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. तुम मेरे भाइयों से कहो कि गलील में आए, वहां वो मुझे देखेंगे। പുനരുത്ഥാനത്തിന് ശേഷം യേശു പറയുന്ന കാര്യമാണ്, എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകാൻ പറ, അവിടെ വെച്ച് നമുക്ക് മീറ്റിംഗ് കൂടാമെന്ന് പറയുകയാണ്. यीशु मसीह पुनरुत्थान की बात कहता है, मेरे भाइयों से कहो कि गलील जाए, वहां हम मिलेंगे। അവിടെ വെച്ച് നിങ്ങൾ എന്നെ കാണും എന്നാണ് പറയുന്നത്. वहां तुम मुझे देखेंगे, ऐसे यीशु मसीह कहता है। റോമാലേഖനം 8-ാമത്തെ 29 വാക്യം കൂടെ അതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാം. रोमियो के 8:29 को भी इसी के साथ हम पढ़ेंगे। അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത കൂട്ടത്തിൽ ആദ്യജാതൻ ആകേണ്ടതിന്. इसका मतलब यह है कि मृत्यु में से जो पुनरुत्थान पाया है उसमें पहलौठा बनने के लिए, ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. उसके स्वरूप में बनाने के लिए उन्हें पहले से ही जान लिया है। അപ്പോൾ നമ്മള് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഒരു തത്വം കൂടെ മനസ്സിലാക്കണം. तो हम यीशु मसीह के भाई जब कहलाते हैं तो एक और सच को समझना होगा। നമ്മൾ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. हमको यीशु मसीह के स्वरूप में एक समान बनना है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചേട്ടനെയും അനിയന്മാരെയും ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ട് ആ മുഖത്തേക്ക് നോക്കിയാൽ കൃത്യം അറിയാമെന്ന് പറഞ്ഞത്. इसलिए मैंने कहा कि भाइयों बहनों को एक साथ खड़े रह के अगर उनको देखेंगे तो पता चलता है। പുത്രനോട് സമാനരായി തീരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. पुत्र के समान बनने के लिए हमें बुलाया गया है। അതിനു വേണ്ടിയിട്ടാണ് ഇളയ സഹോദരന്മാരായി നമ്മളെ തിരഞ്ഞെടുത്തു വെച്ചിരിക്കുന്നത്. इसके लिए छोटे भाई होकर हमें चुनकर रखा है। തിരുവചനത്തിനകത്തെ ഒരു പ്രധാന തത്വമാണ് ദൈവത്തിന്റെ പിതൃത്വം എന്നുള്ളത്. परमेश्वर के वचन में एक प्रधान सिद्धांत यही है कि परमेश्वर हमारा पिता है। ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതോടെ മനുഷ്യരുടെ പിതാവായി തീർന്നു. जैसे ही परमेश्वर ने मनुष्य की सृष्टि की वो हमारा पिता बन गया। എന്നാൽ പാപം ചെയ്തതുകൊണ്ട് മനുഷ്യൻ ആ പിതൃത്വം ഉപേക്ഷിച്ച് ഓടിപ്പോയി. और लेकिन जब पाप किया तो उस पिता को छोड़कर त्याग कर वो भाग गए। ഇഷ്ടം പോലെ മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നു. और बहुत सारे मनुष्यों का जन्म संसार में होता है। ആ ദൈവമക്കളായി തീർന്നവരുടെ കുടുംബത്തിലും ജനനം നടന്നുകൊണ്ടിരിക്കുന്നു. जो परमेश्वर के बच्चे हैं उनके परिवार में भी जन्म होते हैं। പക്ഷേ സ്വാഭാവികമായ ജനനത്തിലൂടെ ഈ ദൈവ കുടുംബത്തിലേക്ക് അംഗങ്ങളായി തീരുന്നില്ല. लेकिन इस प्रकार के स्वाभाविक जन्म से हम परमेश्वर के राज्य के अंग नहीं बन सकते। വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥനും
പാപപരിഹാരകനുമായി യേശു ക്രിസ്തുവിനെ നിർത്തിയിരിക്കുന്നു. विश्वास करने वालों के लिए मध्यस्थ और पाप का छुटकारा करने के लिए यीशु मसीह को रखा है। പാപപരിഹാരത്തിനായി നിർത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത്. जो पाप से छुटकारा देता है उसी यीशु पर विश्वास करके हम परमेश्वर के बच्चे बने हैं। യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് ഒരേ അധികാരവും അവകാശവുമാണ്. यीशु मसीह में विश्वास करने वाले आपको और हमको एक ही अधिकार मिलता है। ഈ അധികാരത്തിനും അവകാശത്തിനും യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞോണം. इस अधिकार में उस मीरास में कोई फर्क नहीं होता। അല്ല, അധികാരത്തിനും അവകാശത്തിനും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. और अगर आपको ऐसे लगता है कि अलग अलग लोगों को अलग अलग अधिकार और मीरास दिया है तो गलत समझे हैं। അങ്ങനെ ഒരു കാര്യം വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതേയില്ല. ऐसे कोई भी बात परमेश्वर के वचन में नहीं लिखा है। അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നാണ്. जितनों ने उसको ग्रहण किया है उनको संतान बनने का अधिकार प्रभु ने दिया है। യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. हे यीशु, मैं तुझ में विश्वास करती हूँ। നിന്റെ മരണം എനിക്ക് വേണ്ടി എന്ന് വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ പുത്രത്വം സൗജന്യമാണ്. तेरा मृत्यु मेरे लिए ही था, ऐसे जो भी विश्वास करता है उसके लिए पुत्रत्व मुफ्त में दिया गया है। മനഃപൂർവ്വമായി യേശുവിനെ അംഗീകരിക്കുന്നവർക്ക് ഈ പുത്രത്വം ദാനമായിട്ട് കൊടുക്കുകയാണ്. दिल से जो भी मसीह को ग्रहण करते हैं उनको दान रूपी ये पुत्रत्व दिया गया ഈ है। പുത്രത്വം പ്രാപിക്കുവാൻ മറ്റു വ്യവസ്ഥകൾ ഒന്നും ദൈവവചനത്തിൽ കാണുന്നില്ല. इस पुत्रत्व को प्राप्त करने के लिए कोई भी और व्यवस्था वचन में नहीं बताया गया വ്യവസ്ഥ है। എന്ന് പറയുന്നത് മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തുവാണ്. व्यवस्था एक ही है, वो यीशु मसीह है जो मनुष्य बना। ഈ പുത്രത്വം ആത്മാവിനാൽ നമ്മൾ ഉറപ്പിച്ചുകൊള്ളണം. और इस पुत्रत्व को आत्मा में हमें स्थिर करना चाहिए। പുത്രത്വത്തിന്റെ ഉറപ്പ് ദൈവാത്മാവാണ് നമുക്ക് നൽകി തരുന്നത്. और इस पुत्र बनने की स्थिरता को, दृढ़ता को पवित्र आत्मा ही हमें देता है। റോമാലേഖനം 8-ാം അധ്യായം रोमियो के 8 15-16 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 15-16 पढ़े। നമ്മൾ പ്രാപിച്ചത് ദാസത്വത്തിന്റെ ആത്മാവല്ല, हमने दासत्व की आत्मा को नहीं पाया है, നമ്മൾ പ്രാപിച്ചത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. हमने पुत्रत्व या ले पालकपन की आत्मा को प्राप्त किया അത് है। എങ്ങനെ വിളിക്കാനുള്ള ആത്മാവിനെയാണ് തന്നത്? कैसे बुलाने के लिए हमें आत्मा दिया है? അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആത്മാവിനെയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. हे अब्बा पिता, ऐसे पुकारने के लिए हमें आत्मा दिया गया है। ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരൻ ഗേറ്റിങ്കൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നത് പോലെ വിളിക്കുവാനല്ല നമ്മളെ വിളിച്ചത്. कोई भिखारी गेट के पास आकर जिस प्रकार याचना करता है ऐसे बुलाने के लिए हमें नहीं बुलाया गया है। അപ്പാ എന്ന് വിളിക്കുവാനുള്ള അവകാശവും അധികാരവും യേശുവിൽ കൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. हे पिता, ऐसे पुकारने के लिए अधिकार हम सबको मिला है। 16-ാമത്തെ വാക്യം, ദൈവത്തിന്റെ മക്കളെന്ന് ആരാണ് സാക്ഷ്യം പറയുന്നത്? आत्मा ही गवाही देती है कि हम परमेश्वर के संतान हैं। ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. आत्मा आप ही हमारी आत्मा के साथ गवाही देता है कि हम परमेश्वर के संतान हैं। യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം പറയാം. योना के सुसमाचार से एक वचन बताऊं। അവനെ നമസ്കരിക്കുന്നവർ എങ്ങനെ നമസ്കരിക്കണം? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. जो उसका नमस्कार करते हैं वो आत्मा और सच्चाई में करे। അതിന്റെ കാരണം എന്താണ്? उसका कारण क्या है? ദൈവം ആത്മാവാകുന്നു. परमेश्वर आत्मा है। ആത്മാവാം ദൈവം നമുക്ക് പുത്രത്വം സൗജന്യമായി തന്നിരിക്കുകയാണ്. परमेश्वर जो आत्मा है उसने मुफ्त में हमको पुत्रत्व दिया है। ഈ ആത്മാവ് തന്നെയാണ് നമ്മുടെ ആത്മാവിനോട് നീ ദൈവത്തിന്റെ പുത്രനെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. यही आत्मा है जो हमारे आत्मा को गवाही देता रहता है कि तू परमेश्वर का पुत्र है। പുത്രത്വത്തിന്റെ ആത്മാവിനെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും പ്രാപിച്ച് ഈ സാക്ഷ്യം ഉൾക്കൊണ്ടവരാണോ? ये पुत्रत्व के आत्मा को प्राप्त करके यहाँ बैठे हुए सारे लोगों ने क्या इस गवाही को प्राप्त किया है? അങ്ങനെയാണ് നമ്മുടെ പുത്രത്വത്തെ ഉറപ്പിക്കുന്നത്. ऐसे ही हमारे पुत्रत्व को दृढ़ करना होता है। ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, किसी रास्ते से जब हम सफर करते हैं, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, कुछ बातें जब होती हैं, നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം, हमारे अंदर से पवित्र आत्मा गवाही देता है, നീ ഈ വഴിയിൽ കൂടെ പോകരുത്, നീ ദൈവത്തിന്റെ മകനാണ്. तुझे इस रास्ते
रास्ते से नहीं चलना चाहिए तो परमेश्वर का पुत्र है। നമ്മുടെ അന്തരാത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന വിഷയം നീ ദൈവത്തിന്റെ പുത്രനാണ്. हमारी अंतरात्मा से पवित्र आत्मा बोलता रहता है तू परमेश्वर का पुत्र है। നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, हम सुसमाचार में पढ़ते हैं ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ये मेरा प्रिय पुत्र है, इसकी बातों पर ध्यान दो। യേശു സ്നാനപ്പെട്ട സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവെന്നതുപോലെ ഇറങ്ങി വരുന്നു. यीशु के बपतिस्मा के बाद पवित्र आत्मा एक कबूतर के समान उतर आता പിതാവായ है ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം, और पिता परमेश्वर खुद गवाही देता है ഇവൻ എന്റെ പ്രിയപുത്രൻ, ये मेरा प्रिय पुत्र है, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. इसमें मैं प्रसन्न हुआ हूँ। ശ്രദ്ധിക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം ഒരുമിച്ച് അവിടെ വെളിപ്പെടുകയാണ്. आप देखिए पिता और पुत्र और पवित्र आत्मा का सम्मुख एक साथ वहां उतरता है। പിതാവിന്റെ ആത്മാവാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് നീ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന്. पिता की आत्मा हमसे बर्ताव करता रहता है कि तू परमेश्वर का बेटा है, बेटी है। എന്നാൽ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്? लेकिन पुराने नियम में हम किस प्रकार के परमेश्वर को देखते हैं? യഹോവയായ ദൈവം എന്ന് പരിചയപ്പെടുന്നു. यहोवा परमेश्वर को हम देखते हैं അങ്ങനത്തെ വിശേഷ നാമം കൊടുത്തിരിക്കുന്നു. और ऐसे विशेष नाम उसको दिए गए हैं ദഹിപ്പിക്കുന്ന അഗ്നിയായി ദൈവം പ്രത്യക്ഷപ്പെടുന്നു. और वो भस्म करने वाले अग्नि के समान प्रकट होता കൊടുങ്കാറ്റായി है, പ്രത്യക്ഷപ്പെടുന്നു. तूफान के समान प्रकट होता है, ഭൂകമ്പം ഉള്ളതായിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്നു. भूचलन के हिसाब से वो प्रकट होता है। എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയാണോ ദൈവത്തിന്റെ പ്രത്യക്ഷത? लेकिन नए नियम में क्या वो ऐसे प्रकट होता है? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം യോഹന്നാ रचित सुसमाचार पहला अध्याय 1 മുതലുള്ള വേദഭാഗം വായിക്കാം. पहले वचन से लेके पढ़े। ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുളമായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അവന് ജീവനുണ്ടായിരുന്നു, മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. മതി, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സൃഷ്ടിച്ച ദൈവം ജഡം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് വരുന്ന കാഴ്ച. उत्पत्ति के 1 में हम पढ़ते हैं कि आदि में परमेश्वर ने आकाश और पृथ्वी को बनाया, उस बनाने वाले परमेश्वर ने ही देह धारण कर कर हमारे बीच में आया। യേശു ക്രിസ്തു മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു നിൽക്കുന്നു. यीशु मसीह देखो मनुष्य बनकर हमारे बीच में खड़ा है। യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. यीशु मसीह ही पिता परमेश्वर से हमारी पहचान कराता है। യേശു ക്രിസ്തു വഴിയാണ് നമ്മൾ പിതാവാം ദൈവമേ എന്ന് വിളിക്കുവാൻ പഠിച്ചത്. यीशु मसीह के द्वारा ही हमने सीखा कि हम परमेश्वर को पिता ऐसे पुकार सकते हैं, അല്ലാതെ വേറൊരു വഴിയിലുമല്ല ഇങ്ങനെ വിളിക്കാൻ നമ്മൾ പഠിച്ചത്. और कोई राह से हमने नहीं सीखा। പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു. शिष्यों ने कहा कि हमें प्रार्थना करना सिखा। അപ്പോൾ യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. तब यीशु मसीह ने सिखाया है हमारे स्वर्गीय पिता। പിതാവാണെങ്കിൽ വിളിക്കുന്നവർ മക്കളും ആണ് എന്ന് ഉറപ്പിച്ചോണം. अगर हम पिता करके उसको पुकारते हैं तो आप दृढ़ रहे कि हम बच्चे हैं। പുത്രന്മാരുടെ അവകാശം എന്താണ്? पुत्रों का क्या अधिकार है? 8-ന്റെ 17-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ആ നാം മക്കളെങ്കിൽ അവകാശികളാകുന്നു. रोमी 8 के 17 में लिखा है अगर हम संतान हैं तो वारिस भी है। മക്കളായി തീർന്നിരിക്കുന്ന നമുക്ക് ഏത് വിഷയത്തിലാണ് സംശയമുള്ളത്? अगर हम बच्चे बने हैं तो किस विषय में हम संशय करते हैं? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് യാതൊരു സംശയം ഉണ്ടാകരുത്. हमारे दिल में कोई शंका नहीं होनी चाहिए। നമ്മൾ ആരെങ്കിലും നമ്മുടെ അപ്പന്റെ അടുക്കൽ ചെന്നേച്ച് പറയും, അപ്പാ നിങ്ങൾ എന്റെ അപ്പനാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമോ? हम में से कोई क्या अपने पिता के पास जाकर कहता है पिता मेरे मन में शंका है कि आप ही मेरे पिता हो? അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചു നോക്കിയേ. ऐसे जाकर अपने पिता से कहे तो क्या होगा? आप सोचिए। ഒരിക്കലും ഇന്നുവരെ ഒരു സംശയവും നമുക്കില്ല. आज तक ऐसा कोई संशय या शंका हमारे मन में नहीं है। എന്നാൽ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് കണ്ടോ? रोमियो में हमने क्या पढ़ा? നാം മക്കളെങ്കിൽ
അവകാശികളും ദൈവത്തിന്റെ അവകാശികളും. അപ്പൊ കണ്ടോ, മക്കളെങ്കിൽ അവകാശികളാണ്. ആരുടെ അവകാശമാണ്? ദൈവത്തിന്റെ അവകാശം. പിന്നെ പറയുന്നത് ക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണെന്ന്. മൂന്നവകാശം. यहाँ लिखा है कि हम संतान है तो वारिस है, वरन परमेश्वर के वारिस और मसीह के संगी वारिस भी है. മക്കളായിട്ടുള്ള അവകാശം പറയുകയാണ്, संतान रूपी जो वारिस है ദൈവത്തിലെ അവകാശം പറയുകയാണ്, परमेश्वर के वारिस है, പിന്നെ ക്രിസ്തുയേശുവിലുള്ള അവകാശം പറയുകയാണ്. मसीह में जो वारिस है. നമ്മൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ എന്ന് പറയുകയാണ്. मसीह के साथ हम संगी वारिस है. അതുകൊണ്ടെല്ലാം എന്താണ് നമുക്ക് കിട്ടുന്ന അവകാശത്തിൽ? और इस मिरास में हमको क्या मिलता है? നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും, അല്ലെങ്കിൽ അവനോട് തുല്യന്മാരായി തീരുമെന്ന അവകാശം. यही हमारा यही मिरास है कि हम उसके साथ महिमा पाएंगे या उसके समान बन जाएंगे. പക്ഷേ ഒരു ക്ലോസ് അവിടെ വെച്ചിട്ടുണ്ട്, അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം എന്നൊരു ക്ലോസും കൂടെയുണ്ട്. लेकिन इसमें एक और बात ये लिखा है कि उसके लिए हमें उसके साथ दुख उठाना पड़ेगा. അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ തകർന്നു പോകുവാൻ അവിടുന്ന് നമ്മളെ അനുവദിക്കുകയില്ല. उसके साथ अगर दुख उठाते हैं तो हमें कभी गिरने या टूटने नहीं देगा. മക്കളെങ്കിൽ അവകാശം പ്രാപിച്ച് അവിടെ ചെല്ലുന്നത് വരെ അവിടുന്ന് നമ്മളെ സൂക്ഷിക്കുന്ന हम ദൈവമാണ്. अगर बच्चे हैं तो वहां पहुंचकर वारिस बनने तक वो हमें संभालेगा. ദൈവ രാജ്യത്തിന്റെ അവകാശിയായി നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. और परमेश्वर के राज्य के वारिस होकर हमें चुना है. നിത്യജീവന്റെ അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. अनंत जीवन के वारिस हम बन गए हैं. ദൈവത്തെ അപ്പ പിതാവേ എന്ന് വിളിക്കുവാനും അവകാശം തന്നിട്ടുണ്ട്. परमेश्वर को अब्बा पिता ऐसे पुकारने के लिए अधिकार दिया है. ദാസന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, दासों की आत्मा हमें नहीं दी പുത്രന്റെ है, ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. पुत्र की आत्मा हमें दी ഗലാത്യ है. ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. गलातियों को पत्र में पौलुस एक बात कहता है, മക്കൾ പ്രായപൂർത്തിയാകാത്തിടത്തോളം കാലം ദാസന തുല്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. बच्चे जब तक परिपक्व नहीं हो जाते तब तक दास के समान ही होते അതെ, हैं. നമ്മൾ പ്രായപൂർത്തി ഉള്ള മക്കളായിട്ട് ജീവിക്കണം. हम परिपक्व होकर बड़े बच्चों के समान जिए. എങ്കിൽ മാത്രമേ മക്കളുടെ അവകാശം അനുഭവിക്കാൻ കഴിയുള്ളൂ. ऐसा हम बढ़ते जाएंगे तो ही हम उस संतान का मिरास प्राप्त कर पाएंगे. ആ പുത്രത്വം എന്ന കാര്യം നമ്മൾ ഉറപ്പിച്ച് അതിൽ വളർന്നോണം. और इस पुत्र के ओहदे को हमको दृढ़ करके उसमें आगे बढ़ना है. ചില അവകാശങ്ങളെ കുറിച്ച് പറയാം. कुछ अधिकारों के बारे में बताओ. സ്തോത്രം. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. और मेरे नाम के लिए जिसने भी माता पिता घर भाई बहन बच्चे कुछ भी त्यागा हो उन सबको 100 गुना मैं दूंगा. ഇവിടുത്തെ അവകാശം അവിടെ പറയുകയാണ്. और यहाँ संसार में क्या अधिकार मिलेगा ये बताया അടുത്തത് गया है. നിത്യജീവനെയും അവൻ അവകാശമാക്കും. दूसरी बात यह है कि अनंत जीवन को भी हम प्राप्त करेंगे. 24ന്റെ 29 ആയിരുന്നു. ഓക്കെ, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. 19 का 29 था. 19 का വായിച്ചോ 29. വായിച്ചോ. ആ ഹിന്ദി. സ്തോത്രം. വിട്ടുകളഞ്ഞതിനെ എല്ലാം 100 മടങ്ങ് കൊടുക്കും. അത് അവകാശം. അടുത്ത അവകാശം നിത്യജീവനെയും അവകാശമാക്കും. ഇത്രയും ഉറച്ച വാഗ്ദത്തം അവകാശം പിതാവും മക്കൾക്ക് വേണ്ടി തന്നിരിക്കുന്നെങ്കിൽ എന്തിനെ ഓർത്ത് കരയണം, വ്യാകുലപ്പെടണം? पहला अधिकार यह है कि इस संसार में जो भी छोड़ा है वो सब 100 गुना देगा. दूसरा अधिकार यह है कि अनंत जीवन के अधिकारी हमको बनाएंगे. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈ വചനങ്ങളൊക്കെ ഉറച്ചങ്ങോട്ട് കയറട്ടെ. ये जो वचन है हमारे दिल के अंदर अच्छे से प्रवेश करे, എങ്കിൽ മാത്രമേ ഈ നാശലോകത്തിൽ ഉറച്ചു നിൽപ്പാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. तो ही हम इस बुरे संसार में दृढ़ खड़े रह पाएंगे. ഈ പുത്രത്വത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? इस पुत्र बनने के क्या लक्षण हैं? റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. रोमी 8 के 14 में लिखा है जितने लोग परमेश्वर की आत्मा के चलाए चलते हैं वो उसके पुत्र हैं. ദൈവാത്മാവ് നടത്തുന്ന ഏവരും
ദൈവത്തിന്റെ മക്കളാകുന്നു. जितने लोग आत्मा के चलाए चलते हैं वो उसके पुत्र हैं. അവിടെ ആരെന്നൊന്നും എടുത്തു പറയുന്നില്ല. ऐसे कि कोई अलग अलग लोगों के बारे में नहीं बोला है. ചെറിയ മനുഷ്യനെങ്കിലും വലിയ മനുഷ്യനെങ്കിലും ഏതു മനുഷ്യനാണെങ്കിലും ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ദൈവത്തിന്റെ മനുഷ്യനാണ്. छोटा हो या बड़ा हो, जितने लोग आत्मा के चलाए चलते हैं वो परमेश्वर की संतान हैं. ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ വളരെ ഭംഗിയായി നമ്മളോട് സംസാരിക്കും. आत्मा अगर हमारे अंदर है तो बहुत ही स्पष्ट रूप से हमसे बातें करता है. അത് മറ്റൊരാൾ സംസാരിക്കുവാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. और किसी के बातों के लिए हमको इंतजार करने की जरूरत नहीं അതുകൊണ്ട് है. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ദൈവത്തോട് ഈ കാര്യം പ്രാർത്ഥിക്കണം. इसलिए इन दिनों में आप सब परमेश्वर से ये प्रार्थना कीजिए. നിന്റെ ആത്മാവിനെ തന്ന് എന്റെ പുത്രത്വം ഉറപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. मैं विश्वास करती हूँ कि तेरे आत्मा को देकर मेरे पुत्रत्व को, संतान होने को तूने दृढ़ किया है. കർത്താവേ, ഇനി ആ ആത്മാവിന്റെ ശബ്ദം കൂടെ ഒന്ന് കേൾക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് हे प्रभु, പ്രാർത്ഥിക്കണം. अब आत्मा की आवाज सुनने के लिए भी तू मुझे मदद करना. അപ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് സന്തോഷത്തിന്റെ ഒരു പരിപൂർണത വരുന്നത്. तभी हमारे आत्मिक जीवन में आनंद की भरपूरी होगी. ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. मैं जब बात करूं तब आपके हृदय में आनंद आए ये कोई जरूरी नहीं है. എന്നാൽ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളോട് തന്നെ സംസാരിച്ചാൽ അത് മഹാസന്തോഷമായിരിക്കും. लेकिन आत्मा जब आपके ही हृदय से बात करता है तो आप आनंद से भर जाओगे. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. जितने लोग आत्मा के चलाए चलते हैं वो परमेश्वर की संतान हैं. ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. आत्मा के चलाए चलना मतलब आत्मा हमसे बात करता ही रहेगा. അല്ലാതെ എന്തെങ്കിലും വെളിവില്ലാത്ത കാര്യം പറയുക എന്നല്ല. ऐसे नहीं कि बेबहान होकर कुछ भी कहते जाओ. ദൈവത്തിന്റെ ആത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുമെന്നാണ് പറയുന്നത്. परमेश्वर की आत्मा हर एक सच्चाई में हमें आगे चलाएगा, ऐसे लिखा है. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യമാണത്. यीशु ने यूहन्ना रचित सुसमाचार में ये कहा है. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? तो ये परमेश्वर की आत्मा हमसे क्या बोलता है? ദൈവത്തിന്റെ സകല സത്യങ്ങളും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. परमेश्वर के सारे सच्ची बातों को हमसे कहता रहता है ആ വഴിയിൽ നമ്മളെ ഗൈഡ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകും. और उसी मार्ग में मार्गदर्शन देकर हमें आगे चलाता അതുകൊണ്ട് है. നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടണം. इसलिए हमारे इस विश्वास जीवन में परमेश्वर की आत्मा से हम नियंत्रित रहे. ആത്മാവിന്റെ ശക്തിയും ബലവും നമ്മുടെ അകത്ത് വ്യാപരിക്കണം. आत्मा का सामर्थ्य और बल हमारे अंदर काम करे. ഏതു പ്രതിസന്ധികളും നേരിടട്ടെ. कितने भी मुश्किल आए അപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊള്ളണം. तब एक बात कहना है, ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം, परमेश्वर की आत्मा मेरे अंदर गवाही दे रही ഞാൻ है. ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. मैं परमेश्वर का बेटा हूँ, बेटी हूँ. പുത്രത്വം എന്നത് ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നതിന്റെ അടയാളമാണ്. ये पुत्रत्व ऐसा एक चिन्ह है कि हम परमेश्वर के परिवार के भाग बन गए हैं. മക്കളെങ്കിൽ അവിടുത്തെ അവകാശവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. और अगर हम बच्चे हैं तो उसके वारिस भी हैं. 2 കൊരിന്ത്യർ 6:18 വായിച്ചു നോക്കാം. दूसरे कोरिन्थी 6:18 को पढ़े. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ പിതാവും, നിങ്ങൾക്ക് പിതാവും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന സർവശക്തനായ പിന്നെ ആര് പറയണം? मैं तुम्हें ग्रहण करूंगा और मैं तुम्हारा पिता हूंगा और तुम मेरे बेटे और बेटियां होंगे, ऐसे सर्वशक्तिमान प्रभु परमेश्वर ही कहता है. സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് പുത്രന്മാരും. सर्वशक्तिमान परमेश्वर ने स्वयं कहा है कि तुम मेरे बेटे और बेटियां हो. പിന്നെ നമ്മൾ എന്തിനു സംശയിക്കണം? फिर हमको शंका करने की क्या जरूरत है? ദൈവത്തിന്റെ മകളാണോ മകനാണോ എന്ന് എന്തിനു സംശയിക്കണം? मैं परमेश्वर का बेटा या बेटी हूं कि नहीं, इस पे शंका क्यों करना है? ദൈവത്തിൽ അവകാശികളും ക്രിസ്തുവിൽ നമ്മൾ കൂട്ടവകാശികളും എന്ന തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. वचन कहता है कि हम परमेश्वर के वारिस और मसीह में संगी वारिस है. ഈ കാര്യത്തിൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാകരുത്. इस
बात में कोई शक हमारे जीवन में नहीं होना चाहिए। നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്ന ചില സംഭവങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. हमारे और परमेश्वर के रिश्ते को स्थिर करने वाले कुछ बातें वचन में हैं। യേശു ഉപമകളായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. यीशु ने दृष्टांत के रूप से ये बताया है। ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 3 സംഭവങ്ങൾ പറയുന്നുണ്ട്. നമുക്കെല്ലാം പരിചയമുള്ള കാര്യമാണ്. लूका के 15 अध्याय में 3 बातें कहते हैं जिसको हम अच्छे से जानते हैं। 100 ആടുണ്ടായിരുന്ന ഒരു ഇടയൻ एक चरवाहा था जिसके 100 भेड़ थे ഒരെണ്ണം കാണാതെ പോയി. और एक लापता हो गया 99നെയും കൂട്ടിലടച്ചു. और 99 भेड़ों को उसने बंद करके रखा। രാത്രി മുഴുവനും കാണാതെ പോയതിനെ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തി തിരിച്ച് തോളെ വെച്ചോണ്ട് വരുന്നു. और पूरी रात उस खोए हुए को खोज कर उसको ढूंढ कर अपने कंधे पर बिठाकर वापस लाता है। കണ്ടു കിട്ടിയപ്പോ നീ എവിടെ പോയെന്ന് ചോദിച്ച് വടിക്ക് 4 അടി കൊടുത്തു പോ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഓടിച്ചല്ല വിട്ടത്. और ऐसे नहीं कि वो खो गया था, वो मिल गया तब उसको डंडे से 2 मारा और उसको भगाया। ഒരു പക്ഷേ അങ്ങനെ അടിക്കുകയായിരുന്നെങ്കിൽ ആ അടി ചത്തുപോയേനെ. और हो सकता है कि उस मार में वो मर जाता। നമ്മൾ ആരും നശിച്ചു പോകണമെന്ന് വിചാരിച്ച ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ക്ഷതം സംഭവിക്കുന്ന നിലയിൽ നമ്മുടെ മക്കളെ ഒന്നും അടിക്കാറില്ല. हम भी जब हमारे बच्चों को मारते हैं इस प्रकार नहीं मारते कि अंदर तक उनको हानि हो जाए और वो मर जाए। ആ ആടിനെ തോളിൽ എടുത്തുകൊണ്ട് തിരിച്ചു വരുന്ന ഇടയനെയാണ് നമ്മൾ കാണുന്നത്. और यहाँ हम देखते हैं कि उस भेड़ को वो कंधे पर उठाकर वापस लाता है। അപ്പോൾ അത്രത്തോളം ഒരു ഉറച്ച സ്നേഹ ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. और इतना एक गहरा प्रेम का रिश्ता यहाँ पे देखते हैं। ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നു. आज हम सुबह यहाँ पे आए വന്ന് കയറി ഇച്ചിരി കഴിഞ്ഞപ്പോ ഒരു ഫോൺ വിൽസന് വന്നു. और हम आए उसके बाद विल्सन भाई को एक फोन आया ജോഷിന്റെ പൂച്ച വെളി ചാടിയിരിക്കുന്നെന്ന്. कि जोशु की बिल्ली भाग गई है। അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയി എന്നാ പ്രിസ്കില്ല നോക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, വരുന്നുമില്ല അടിക്കുന്നുമില്ല. प्रिस्किल्ला ने कोशिश की लेकिन वो आने को तैयार नहीं थी അത് താഴെ ഇറങ്ങി നല്ല സുഖമായിട്ട് കിടക്കുക. और वो नीचे उतरकर आराम से लेट गई थी। ഞാൻ ഇവിടുന്ന് വളരെ വേഗത്തിൽ ചെന്നവിടെ मैं यहाँ से बहुत जल्दी वापस गया। 7 മിനിറ്റ് കൊണ്ട് ഞാൻ സരളി ചെന്നു. मैं 7 मिनट में सरल पहुंच गया ഞാൻ ചെന്നപ്പോ നല്ല ഭംഗിയായിട്ട് അവിടെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. और वो बहुत ही अच्छे से फैल कर लेटी थी। ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ അത് എഴുന്നേറ്റ് ഇങ്ങ് വന്നു. और मैंने बुलाया तो वो उठकर मेरे पास आ गई। ഡോർ തുറന്നോടൊപ്പം നേരെ അകത്തോട്ട് കയറിപ്പോയി. और मैंने दरवाजा खोला तो वो घर के अंदर चली गई। നീ എന്തിനു വെളിയിൽ ഇറങ്ങി പോയി എന്ന് ചോദിച്ചു ഒരു അടി കൊടുത്തായിരുന്നു അത് പിന്നെ താഴോട്ട് പോകുമല്ലേ ഉള്ളൂ. और अगर मैंने क्यों तो निकल गई ऐसे बोलकर उसको मारा होता तो वो वापस निकल जाती। ഞാൻ അതിനോട് ദേഷ്യപ്പെട്ടില്ല, मैं गुस्सा नहीं हुआ, അതിനെ തല്ലിയില്ല. मारा भी नहीं। ഓടിച്ചെന്നത് എവിടെയാണെന്നൊന്ന് നോക്കി और मैंने जाकर देखा कि कहाँ बैठी है ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നേരെ എന്റെ കാല് ചുവട്ടിൽ വന്നു. और बुलाया तो मेरे पास आकर खड़ी हो गई। വാതിൽ തുറന്നപ്പോ അകത്ത് കയറിപ്പോയി. ഞാൻ പൂട്ടി വെച്ച് തിരിച്ചും പോന്നു. वो अंदर चली गई, मैं ताला लगाकर आ गया। അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ കർത്താവിനെ കുറിച്ച്. तो हमको हमारे परमेश्वर के बारे में सोचना है। ഇന്നത്തെ യൂത്തിന് യുവജനങ്ങൾക്കൊരു തകരാറുണ്ട്. आजकल के जवानों में एक तकलीफ है। തെറ്റിപ്പോയാൽ ദൈവം ക്ഷമിക്കുകയില്ല, അതുകൊണ്ട് തെറ്റി തന്നെ ജീവിച്ചേക്കാവുന്ന അവരങ്ങ് വിചാരിക്കും. वो सोचते हैं कि एक बार गलती हो गई तो परमेश्वर माफ नहीं करेगा तो चलो गलती ही करते जाते हैं। ഇല്ല, ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ലെ ഇടയനെ പോലെയോ അപ്പനെ പോലെയോ ഒക്കെയാണ് ദൈവം നമ്മളോട് പെരുമാറുന്നത്. लेकिन इस लूका के 15 में जो परमेश्वर और पिता के बारे में कहा है वैसे ही परमेश्वर हमसे बर्ताव करता है। അവിടുന്ന് നമ്മുടെ പ്രകൃതി അറിയുന്നു. वो हमारे शरीर या प्रकृति को जानता है। നാം പൊടിയെന്നവനെ ഓർക്കുന്നു. वो जानता है कि हम धूल है। തെറ്റിപ്പോകുന്നവരാണ് മനുഷ്യരെന്ന് ദൈവത്തിനറിയാം. परमेश्वर जानता है कि हमसे गलतियां होती है। അതുകൊണ്ട് എന്നും തെറ്റി അങ്ങനെ ജീവിച്ചോ എന്നല്ല പറയുന്നത്. इसका मतलब ये नहीं कि हमेशा ही पाप करके जीना है। മടങ്ങി വരുന്നവനെ തോളിലേറ്റിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന അപ്പനാണ് നമ്മുടെ जो അപ്പൻ. अपने गलतियों से मुड़कर आता है उसको कंधे पर बिठाकर ले जाने वाला है हमारा पिता। 10 ദ്രഹ്മയുള്ള സ്ത്രീയെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. और 10 सिक्कों वाली उस स्त्री के बारे में भी यहाँ लिखा है। ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. उसका एक सिक्का खो गया। അന്ന് അത് പോട്ടെ എന്നല്ല വിചാരിച്ചത്. उसने ऐसे नहीं सोचा कि जाने दो। സൂക്ഷ്മത്തോടെ വിളക്ക് കത്തിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. और दिया जलाकर बहुत ध्यान से ढूंढा और उसको वापस पाया। അത് വീണ്ടെടുത്തു. और उसको वापस पा लिया। മൂന്നാമത്തെ സംഭവം അപ്പന്റെ 2 മക്കളാണ്. तीसरी घटना पिता के 2 बेटे हैं। അപ്പന്റെ വീട്ടിൽ തന്നെ അവൻ ജീവിച്ചവനാണ്. वो पिता के घर में ही जीता था। ഒരു ദിവസം പറഞ്ഞു അപ്പനോട് പറഞ്ഞു ഇനി നീയുമായിട്ട് എനിക്ക് ബന്ധവുമില്ല, എല്ലാം തന്നേരി ഞാൻ പോവാന്ന് പറഞ്ഞു. एक दिन कहा कि पिता अब तेरे से कोई रिश्ता मेरा नहीं है, जो मेरा है वो
दे दे, मैं जा रहा हूँ। അവൻ പോയി അന്നു മുതൽ അപ്പൻ വഴി നോക്കിയിരിക്കുക തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. जिस दिन से वो गया उस दिन से पिता इंतजार कर रहा था कि ये वापस आएगा। അവൻ മേടിച്ചു കൊണ്ടുപോയതെല്ലാം നഷ്ടപ്പെടുത്തി ജീവിച്ചിട്ട് അവൻ തിരിച്ചു വരികയാണ്. और उसने जो भी लिया था वो सब नाश करके वो देखो वापस आ रहा है। ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന അപ്പൻ. और भाग कर जाकर उसका आलिंगन करके उसे घर की ओर ले आने वाला पिता। വടിയും കൊണ്ട് ചെന്ന് നിന്റെ മുട്ടുകാൽ അടിച്ചോടിക്കുമെന്നും പറഞ്ഞ് നീ അവിടെ കിടക്കെന്നും പറഞ്ഞ് ഒടിച്ചു പോകുന്നുമില്ല. और ऐसे नहीं किया कि डंडा ले जाकर उससे कहा कि तेरा घुटना मैं तोड़ दूंगा। നീ വന്നിട്ട് വേണം രണ്ടെണ്ണം തരാനെന്ന് ഞാൻ കരുതിയെന്ന് അവിടെ അപ്പൻ പറയുന്നില്ല. पिता ने ऐसे भी नहीं कहा कि मैं इंतजार कर रहा था जब तू आएगा तुझे 2 डंडा मारूंगा। ഒരു വ്യവസ്ഥയും വെക്കാതെ സ്നേഹിക്കുന്ന 3 പേരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. कोई भी व्यवस्था रखे बिना पूरी तरह प्रेम करने वाले 3 लोगों को यहाँ देखते हैं। നമുക്ക് വേണ്ടി പുത്രനെ തന്ന പിതാവ് വ്യവസ്ഥ കൂടാതെ നമ്മളെ സ്നേഹിക്കുന്നവനാണ്. और हमारे लिए पुत्र को देने वाले पिता भी ऐसे ही हमसे प्यार करता है। ആടിനോട് പറഞ്ഞില്ല നീ പോയ വഴിയൊക്കെ ഒന്ന് പറഞ്ഞ് എന്നിട്ട് കൊണ്ടുപോകാമെന്നല്ല പറയുന്നത്. और उसने उस चरवाहे ने भेड़ से ऐसा नहीं कहा कि तू कहां से भटका था पहले मुझे दिखा। അതിനെ കണ്ടു കിട്ടിയതേ എടുത്ത് തോളിൽ ഏറ്റിക്കൊണ്ട് സന്തോഷത്തോടെ പോവുകയാണ്. जैसे ही वो पाया गया उसको कंधे पर बिठाकर वापस ले आया। ദ്രഹ്മയ്ക്ക് സ്വതവേ ജീവനില്ലല്ലോ, അതിനോടൊന്നും ചോദിക്കാനും പറ്റത്തില്ല. और जो सिक्का खो गया वो तो उसमें जान नहीं है, उससे कोई सवाल नहीं कर അപ്പൊ सकते। ചിലപ്പോഴൊക്കെ ഒന്നും ചോദിക്കാനും പറയാനും പറ്റാത്ത സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മുടെ ജീവിതം പോകും. हो सकता है कि हमारे जीवन में भी ऐसी स्थिति आए जहां हम कुछ पूछ नहीं सकते, बोल नहीं सकते। അപ്പോഴെല്ലാം സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ ദൈവം നമ്മൾ उन മനസ്സിലാക്കണം. सब समय में हमारे लिए प्रेम से इंतजार करने वाला एक पिता है। ഈ 3 സംഭവത്തിൽ ഒരു കാര്യം തെളിവായി പറയുകയാണ്. इन तीनों घटनाओं में एक बात स्पष्ट है, കിട്ടിയിടത്തെല്ലാം മഹാസന്തോഷമുണ്ടായി എന്നാണ്. जहां भी वापस पाया खोया हुआ चीज वहां बहुत आनंद हुआ। അവരവിടെ സന്തോഷം ആഘോഷിക്കുന്നതാണ് നമ്മൾ और കാണുന്നത്. वह आनंद को मनाते हुए हम देखते हैं। മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗ്ഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നാണ് और मन പറഞ്ഞിരിക്കുന്നത്. फिराने वाले एक पापी के बारे में स्वर्ग में भी ऐसे ही आनंद मनाया जाता है। തെറ്റിപ്പോയ പുത്രൻ വീണ്ടും ഭവനത്തിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ മഹാസന്തോഷമാണ് उड़ाऊ ഉണ്ടാകുന്നത്. पुत्र जब घर पे वापस आता है तो बड़ा आनंद वहां होता है। അവൻ അനുതാപത്തോടും പശ്ചാത്താപത്തോടുമാണ് ഭവനത്തിലേക്ക് वो വരുന്നത്. मन फिराकर पश्चाताप करते हुए घर आ रहा है। എന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞാണ് അവൻ ചെല്ലുന്നത്. मैं अपने पिता के पास जाने के लिए योग्य नहीं हूं ऐसे सोचकर वो आ रहा പക്ഷേ है। അവൻ ആ കാര്യം അവിടെ പറയുന്ന കാര്യമൊന്നുമില്ല. लेकिन ऐसे वो बोलता है ऐसा लिखा नहीं है। അവന്റെ ഹൃദയത്തിന്റെ നിർണയത്തെ ആ അപ്പൻ അറിഞ്ഞു. लेकिन उसके मन में जो बातें थी वो पिता ने जान लिया। അവനെ സ്നേഹിക്കുന്ന കാഴ്ചയാണ് उसको കാണുന്നത്. प्रेम करने वाले उस दृश्य को देखते हैं। ഇങ്ങനെ ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. वचन गवाही देता है कि हमारा पिता ऐसा ही पिता है। അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ കേൾവിക്കാരോട് ഒരു കാര്യം പറയുകയാണ്. इसलिए यीशु मसीह सुनने वालों से एक बात कहता है, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും വ്യാകുലപ്പെടരുത്. तुम्हें कोई भी बात के बारे में व्याकुल नहीं होना നിങ്ങൾ है। നിരാശപ്പെടരുത്. तुम निराश ना होना നിങ്ങൾ വിഷമിച്ചു പോകരുത്. और संकट में ना पड़ जाना। ഇത്രത്തോളം സ്നേഹസമ്പന്നനും കരുതുന്നവനുമായി ഒരു പിതാവ് നമുക്കുണ്ട്. इतना प्रेम करने वाला एक पिता हमारा है। നോക്കുക, ഈ ദൈവത്തെ അറിയാൻ ലഭിച്ചത് എത്ര മഹാഭാഗ്യമാണെന്ന് കരുതിക്കുക. देखो ऐसे परमेश्वर को जानने के लिए जो मौका मिला कितना बड़ा सौभाग्य ഈ है। പിതാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ये पिता क्या क्या हमारे लिए करता है। നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കരുതി വെക്കുന്നവനാണ് നമ്മുടെ और हम ദൈവം. मांगे उससे पहले हमारे सारे जरूरतों को वो तैयार करके रखता है। ഇടയനാടുകളെ സംരക്ഷിക്കുന്നത് പോലെ जैसे चरवाहा अपने भेड़ों को संभालता है, നമ്മുടെ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കുന്നവനാണ്. परमेश्वर हम सबको संभालता है। അതെ, ഈ കർത്താവിന്റെ നിന്ന് പ്രാപിച്ച പുത്രത്വം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. इस परमेश्वर से जो पुत्रत्व हमने प्राप्त किया है ये बहुत बहुमूल्य है। ദൈവത്തിൽ അവകാശികളും ക്രിസ്തുയേശുവിൽ നമ്മളെ കൂട്ടവകാശികളുമാക്കിയിരിക്കുന്നു. मसीह में हमको वारिस और ये परमेश्वर के वारिस और मसीह के संगी वारिस हम बन गए हैं। പുത്രത്വത്തിന് സാക്ഷ്യം നിൽക്കുന്നത് ദൈവത്തിന്റെ और പരിശുദ്ധാത്മാവാണ്. पवित्र आत्मा ही ये गवाही हमको देता ഈ है। പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി और നടത്തുന്നത്. यही पवित्र आत्मा है जो सारे सच्चाई में
हमें आगे चलाता है। പിതാവിനുണ്ടായിരുന്ന പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. पिता ने जो पुत्र और पवित्र आत्मा हमारे लिए दिया है उसको हम धन्यवाद करें। പിതാവിന്റെ പക്കൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം നമുക്ക് വേണ്ടി നൽകി തന്ന ആ സ്നേഹം എത്ര വലിയതാണ് പ്രിയരേ. पिता के पास जो कुछ भी था वो सब हमारे लिए दे दिया। ये कितना महान प्रेम है। ഇത് പ്രാപിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടായിരുന്നവരല്ല. हम ऐसे योग्य नहीं थे कि इसको प्राप्त करें। പുത്രനിൽ കൂടി നമ്മളെ യോഗ്യരാക്കിയ ദൈവത്തിന്റെ സ്നേഹം. पुत्र के द्वारा हमें योग्य बनाए, यह परमेश्वर का प्रेम है। യോഹന്നാന്റെ സുവിശേഷം 3:16-17 വാക്യം വായിച്ച് വീണ്ടും അവസാനിപ്പിക്കാം. യോഹन्ना 3 के 16 और 17 को पढ़कर हम अंत करेंगे। ലോകത്തെ വിധിപ്പാനല്ല. ഹല്ലേലൂയ. क्योंकि അങ്ങനെയാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. അവിടെ ആമേൻ. ഈ സാക്ഷ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉറച്ചിരിക്കണം. ये गवाही हमारे हृदय में हमेशा दृढ़ होना चाहिए। പിതാവിന്റെ സാക്ഷ്യം, പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. पिता की गवाही, पवित्र आत्मा की ഈ गवाही। വചനങ്ങൾ കർത്താവ് നമ്മെ ധാരാളമായിട്ട് इन അനുഗ്രഹിക്കും. वचनों से परमेश्वर में बहुत आयत से आशीष करें।